ലിപ് ലോക്ക് സീനൊക്കെ ഉണ്ടോ? സാധാരണ ബാക്കി പടങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞാല് ഫസ്റ്റ് ദിവസം കഴിയുമ്പോൾ ആ ലിപ് ലോക്ക് സീനിന്റെ ഒക്കെ ചർച്ചകൾ വരാറുണ്ട്, ഇങ്ങനെ നടൻ ഇങ്ങനെ ചെയ്തതായിട്ട്. പക്ഷെ ഈ പടം ഇറങ്ങിയ ശേഷം വിനയേട്ടൻ ലിപ് ലോക്ക് മാത്രം ചർച്ചയായിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും? 2024 അതെ, ഇനി അതിനൊന്നും വലിയ പ്രസക്തിയില്ലടോ. ലിപ് ലോക്ക് എന്ന് പറഞ്ഞ പരിപാടി നമുക്ക് ചെയ്തപ്പോ കൂടി അങ്ങനെ ഭയങ്കര പ്രത്യേകത തോന്നിയില്ല. നമ്മൾ മറ്റേതൊരു സീൻ ചെയ്യുന്ന പോലെയുള്ള ഒരു സീൻ മാത്രമായിരുന്നു. പിന്നെന്താ, പിന്നെ ആ സിനിമയെ സംബന്ധിച്ചും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ സിനിമയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഒരു ഇൻട്രസ്റ്റിംഗ് കഥയുണ്ട്. US വെച്ച് നമ്മുടെ പടം കാണിച്ചല്ലോ, നമ്മളവിടെ പടം കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചർച്ചയാക്കുന്ന അല്ലെങ്കിൽ ഒരു അവസ്ഥ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ ലിപ് ലോക്കൊക്കെ. അപ്പൊ അവിടെ ഒരു മലയാളി, അവിടുത്തെ ഒരു മീഡിയക്കാരൻ, അവിടെ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് എന്നെ പിടിച്ച് മാറ്റി വന്നിട്ട് ചോദിച്ചു, അത് ഇതിനകത്തൊരു ഭയങ്കര ലോങ് ഒരു ലിപ് ലോക്ക് സീനുണ്ടല്ലോ, അത് സാധാരണ മലയാളത്തിൽ കാണാത്തല്ലേ, ഞാൻ അത് വെച്ചിട്ടൊരു സാധനം എഴുതട്ടെ, മുട്ടുകാരൻ എന്നോട് പറഞ്ഞു ട്രെയിലറിൽ നിങ്ങളത് വിട്, ടീസറിൽ നിങ്ങളത് വിട്, അത് നല്ല അങ്ങനെ അത് കുറഞ്ഞുള്ള ആള് മതി. പറഞ്ഞ പോലെ 2024 ലിപ് ലോക്ക് ഒക്കെ ഒരു ചർച്ചയാണ്. ഓരോരുത്തർക്ക് താല്പര്യമുള്ളതിനെ കുറിച്ചല്ലേ ചോദിക്കുള്ളൂ. അല്ലല്ല, പക്ഷെ പുള്ളി ചോദിച്ചത് എന്തുകൊണ്ട് ചർച്ച ആവുന്നില്ല നല്ല അത് വേണം. ഈ 2024 ഇത്രത്തോളം പുരോഗമനം ഉണ്ടെന്ന് പറയുന്നു. ഈ പുരോഗമനം പറയുന്നത് സിനിമയിൽ ജീവിതത്തിൽ അത് പ്രാകൽപ്പിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ജീവിതത്തിലായാലും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നിട്ടുണ്ടോ പുരോഗമനം സംസാരിച്ചിട്ട്? ഇങ്ങനെ എന്തെങ്കിലും? ഞാനൊന്നും സംസാരിക്കാറില്ല. അല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഈ പറയുന്ന ആകെ ഞാനൊരു നടൻ മാത്രമാണ്. അതിന്റെ നല്ല തിരിച്ചറിവ് എനിക്കുണ്ട്. ഇപ്പൊ നിങ്ങള് ഒരു തൊഴിൽ ചെയ്യുന്നു, ഞാൻ ഒരു തൊഴിൽ ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്നെ വിശ്വസിച്ച് ഒരു സംവിധായകൻ, ഒരു തിരക്കഥാകൃത്ത്, എനിക്കൊരു തിരക്കഥയായിരുന്നു, എന്നോട് അഭിനയിക്കാൻ പറയുന്നു. ഞാൻ അവിടെ ജസ്റ്റിസ് കാണിക്കുന്നു, ഏറ്റവും നല്ല ഭംഗിയായിട്ട് അഭിനയിക്കാനുള്ള ശ്രമങ്ങൾ എടുക്കുന്നു, ഞാൻ വീട്ടിൽ പോകുന്നു. ഞാൻ പുരോഗമനം ഒരിക്കലും പ്രസംഗിക്കാറില്ല. എൻ്റെ ഡ്യൂട്ടി അല്ലല്ലോ, ഞാൻ ഒരു നടനാണ്, ഞാൻ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ ഇടപെടുന്നു അല്ലെങ്കിൽ പ്രതികരിക്കുക അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എനിക്കത് ഞാൻ അങ്ങനെ പൊതുവെ ചെയ്യാറില്ലല്ലോ. ചെയ്യോ? ഇതുവരെയില്ല. പ്രതികരിക്കേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഗതികിടുമ്പോ പ്രതികരിക്കും. ഇപ്പൊ ഫോട്ടോസില് വീട്ടിൽ കിടന്ന് ഉറങ്ങാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അതായത് കൊതുക് കൂടി ഫോട്ടോസിലെ പരിസര പ്രദേശങ്ങളിൽ മനുഷ്യർക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ബ്രഹ്മപുരത്ത് മറ്റേ സ്ഥിരമായി തീ കത്തി, മനസ്സിലായോ, അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ഭീഷണിയിലാവും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതൊക്കെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഒരു മനുഷ്യന്റെ ഗതികേടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ ജീവൻ അപകടം ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ്, വേറൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന ഈ ലിപ് ലോക്ക് കേസൊക്കെ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ആക്ടറാണ്, ഞാൻ പ്രൊഫഷണൽ ആക്ടറാണ്. ഞാൻ 15 വർഷമായിട്ട് ഒരു ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അഭിനയിച്ച് ജീവിക്കുന്ന ആളാണ്. ഞാൻ 10-65 സിനിമ ചെയ്തു കഴിഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് വരെ ഒരു ഡയറക്ടർ എന്നോട് ഈ പറയുന്ന പോലെ ഒരു കൺവെൻഷനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരു സ്ക്രിപ്റ്റിനോട് കമ്മിറ്റഡ് ആയിട്ട് നമ്മളൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫിലിം മേക്കറിന്റെ കോളാണ്. ആ സിനിമയ്ക്ക് വേണ്ടി, ആ കഥാപാത്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും. ഞാൻ ഒരു റിസർവേഷനും വെക്കുന്നില്ല. ഇപ്പൊ നാളെ നാളെ ഒരു സിനിമയിൽ ഇപ്പൊ ന്യൂഡായിട്ട് അഭിനയിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അത് സിനിമയുടെ ആവശ്യമാണെങ്കിൽ, കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ 100% ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഡയറക്ടറിനോട് ഒരിക്കലും പറയില്ല, അയ്യോ ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ അത് ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്ര സിനിമ ചെയ്ത ആളാണെന്നോ, അല്ലെങ്കിൽ അങ്ങനത്തെ നോൺസെൻസ് ഒന്നും ഞാൻ പറയില്ല. നമ്മളൊരു തിരക്കഥ വായിച്ച് ഒരു സംവിധായകനെ വിശ്വസിച്ചൊരു സിനിമക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ ആ സിനിമയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അത് തന്നെ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു.